ചെറിയ ഇങ്ങനെ തുടങ്ങിയാലോ? മുത്തശ്ശി ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ച് ഞാൻ അസത്ത കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയോളാം. അച്ഛനും നിങ്ങൾക്കൊക്കെ നാണക്കേടുണ്ടാക്കി കൂടെ പോയോളാം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ചെറിയ സങ്കടപ്പെടുത്തിയിട്ട് ആരും ഇവിടെ കല്യാണം നടത്താൻ പോണില്ല. രാമൻകുട്ടി ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ബോധിച്ചു. ചെറിയച്ചയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയാളൊക്കെ എന്താ ഒരു കുറവ്? സ്കൂള് മാഷ്, കുടുംബ മഹിമയുണ്ട്, പ്രായം അത്രയ്ക്ക് അധികമൊന്നുമില്ല. പിന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചത് 3 മാസം ആ പെണ്ണ അയാളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കുട്ടികളൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട. കല്യാണം കേൾക്കുമ്പോ പേടിയാവുക. പിന്നെ എന്താ നിന്റെ ഭാവം? എന്നാ എന്റെ കണ്ണടയാന്നറിയില്ല. കോടതിയിൽ നിന്ന് വിധിയായാൽ ഇറങ്ങി കൊടുക്കണം ഇവിടുന്ന്. എങ്ങനെ പോവും? ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഇനി മാത്രമല്ലല്ലോ, വെളിയും കഷ്ടപ്പെടുത്തണോ? ഈ ചെറുപ്രായത്തില് നിങ്ങൾക്ക് വേണ്ടി അവള് കിടന്നോടണം. ശപിക്കുന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സ്നേഹിച്ച ആളോട് കഴിഞ്ഞിട്ടുള്ളത് ചെറിയച്ചി. മനസ്സിലായിട്ടല്ല ഇപ്പോഴും. ശല്യം ഒഴിവാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെറിയച്ചയ്ക്ക് സമ്മതം. ഏത് കല്യാണത്തിനും നമ്മളെ കുറിച്ച് ഓർത്തുള്ളൂ. ചെറിയച്ചി പറഞ്ഞത് കാര്യല്ലേ? ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ബാധ്യത ഒഴിവാക്കാനാണോ നമ്മള്? വേണ്ട, ഒന്നും വേണ്ട. വേണം, ഒക്കെ വേണം. ചെറിയച്ചി ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ തന്നെ ചെറിയച്ചി കല്യാണം കഴിക്കണം. ഞാനൊന്ന് പോയി സംസാരിക്കാം അയാളോട്. നടക്കും, നമുക്ക് നടത്തണം. എനിക്കിപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ. ആ കുട്ടിയുടെ അച്ഛനാ അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞില്ലേ? രണ്ടുപേർക്ക് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചൂടെ? വിരോധം ഉണ്ടായിട്ടല്ല, അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴാ പകയുണ്ട്. ഞാനൊന്ന് കണ്ടു പറഞ്ഞു നോക്കിയാലോ? നല്ല കാര്യേ. എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 ആണും 4 പെണ്ണുവാ. മൂത്ത ഏട്ടന് 40 എന്നിട്ട് ഇപ്പോഴും അമ്മയെന്ന് അമർത്തി മൂളിയ ആ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിക്കും മൂപ്പര്. അമ്മയുടെ സമ്മതം വേണോ? നമുക്കൊരു രജിസ്റ്റർ ഓഫീസില് ആവായിരുന്നു അന്നാണെങ്കിൽ. ഇനിയിപ്പോ വീട്ടിലാകെ പ്രശ്നമാവും. ഞാനും അല്പം പ്രാക്ടിക്കലായിരുന്നു കുട്ടികളും. അമ്മ സമ്മതിച്ചാ സമ്മതിക്കേ? ശ്രമിച്ചു നോക്കാം ഞാൻ. ഇപ്പൊ ഒരാലോചന കൊണ്ട് വന്നിരിക്കണു. അങ്ങനെ പറയരുത് ദേവി ചേച്ചി. ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്. ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൂടെ തല്ലി ചതപ്പിച്ചു. 3 മാസാ നാടുവേദ്യോട് പിടിച്ചു നടത്തിയത്. കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെണ്ണ ഇപ്പോഴും പോയിട്ടാണ് മനസ്സിന്ന്. പോലീസുകാർ തല്ലിയൊന്നുമില്ല. കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണിന്റെ ചെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണി വിളിച്ചുണ്ടാവും. വന്നാലും ഞാൻ കേട്ടും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിലെ മോനെ തലയുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ദേവി ചേച്ചി സമ്മതിക്കില്ലെന്ന്. അപ്പൊ സതീശ് എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഇഷ്ടാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന്. ഇങ്ങനെ ഇറങ്ങു ഗോപി, നമുക്കില്ല അഭിമാനം. ഭരതമാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടുന്നില്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവളൊന്ന് പ്രേമിച്ചു പോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്നേ അങ്ങനെ വേണ്ട. ചേടാ താൻ എന്തായി കാണിച്ച്? ആ തള്ളെ പറഞ്ഞ് ഇങ്ങനെ സമ്മതിക്കാൻ വന്നിട്ട് ഓടണ പട്ടിക്ക് 1 മുഴം മുമ്പേന്നാ. പട്ടി വടിമേൽ വന്ന് വീണത്താ. നോക്കിക്കോ. രാമകുട്ടി ഒന്ന് നിൽക്കണേ. വിളിച്ചു എന്തേ? വാ. നീ അകത്ത് പോ. എന്താ? ഇയാളവിടെ ഇരിക്കേ. അവിടെ ഇരിക്കേ. നീ അവിടെ നിൽക്ക്. രമേ, ഉമ്മറത്തേക്ക് വേണ്ടി ചായ എടുക്കേ. പാലുണ്ടാവില്ലേ? കട്ട മതി. ഇവിടെ വന്നു രാമകുട്ടി. അല്ല, ഈ ഡോക്ടറെ എഞ്ചിനീയറെന്നൊക്കെ പറയുമ്പോ 5 ലക്ഷവും ഒരു മാരുതി കാറും 100 പവനും ഒക്കെ ചോദിക്കണത്. എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രയ്ക്കൊന്നും വേണ്ട. 1 ലക്ഷവും 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് ഉറപ്പിക്കാം. ചുവന്ന മാരുതിക്കാർ തന്നെ വേണോ? ചോന്നതാ നല്ലത്. പച്ചയായാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ. പുതിയ തന്നെ വേണ്ട നമുക്ക്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടാവൂ? 10, 100, 1000, 10,000 ലക്ഷം. 5 പൂജ്യം. അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ. ആ
അതിന്നും കളയാൻ നമുക്കൊരു 0. ബാക്കി ദേവകി ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചു നമ്മൾ കുറപ്പിക്കുന്നു. ഗോപിയേ 5 പവനോ? ചേച്ചി ഇവിടെ വന്നേ, വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ നീ. ഇവന്റെ ഏട്ടന്മാരോട് ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്തുണ്ടാവില്ല. തീരെ നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അതെന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന്. തലേന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റുണ്ടായ ചക്കര ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്തെന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിയിട്ട് പെണ്ണിനെ ഇതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റു തന്നെയാ. ഏറ്റല്ലോ. താൻ എന്റെ അക്രമയെ കാട്ടിയത് 50,000 ഉറുപ്പികയും 20 പവനും നടക്കുന്ന കാര്യമാണോ? ഇതിൽ കൂടുതൽ കാല് പിടിക്കാൻ എനിക്ക് വശില്ല. അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനൊന്നും ചോദിച്ചില്ലെന്നാണോ നീ പറയണത്? അയ്യേ, സ്ത്രീധനേ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രയ്ക്ക് സ്ത്രീധന വിരോധിയാ. ഇത്രയ്ക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. അപ്പൊ മുത്തശ്ശി ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം? അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചുണയുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കയ്യും പിടിച്ച് സ്ലോ മോഷനിലൊരു പോക്ക്. വേണ്ട വേണ്ട വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ച് ഏൽപ്പിക്കാം. അവനവിടെ ഗോപി മോളിലുണ്ട്. ഒരു വിളിക്ക്. ഗോപി, ദാ ഏട്ടൻ വിളിക്കണോ? ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇവരെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിൽ വെച്ച് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ? ആ ശേഖരൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിച്ച കാര്യം. മറച്ചു കൊടുത്ത 15,000 പകുതി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കുന്നീയേ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വിറ്റ് കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകുതിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 റുപ്യ വാങ്ങി. എന്തിനാ പെണ്ണ് എന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞ താ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ? എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ. ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 ഉറുപ്പിയും 20 പവനും. മുമ്പിൽ ഒരു വഴിയും തെളിയില്ല. ചെറിയച്ചിയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടികളെ ഞങ്ങളെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയ സാരിയുടെ അടവന്നെ മുഴുവനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ അതെ എങ്ങനെയാ അതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കുന്നത്? ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5,000 ഒന്നും ഉണ്ടാവില്ല.
ഒരു 3000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപേ, നാളെ ഒരു 3000 റുപ്യ അഞ്ജലിയുടെ അക്കൗണ്ടിൽ കൊടുത്തേ. ശരി. കൊറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല അടുത്തേമേ. 20000 ഉറുപ്പിക 20 പവനും നാളെ സന്ധ്യയ്ക്കും ഉണ്ടാക്കണം. ചെന്ന് കാല് പിടിച്ച് നോക്കി, ആ തള്ള ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്ത പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ. ഏട്ടന് എത്ര ഉപദേശം തന്നെ. ഒക്കെ ശരി തന്നെ. എടുത്ത കാര്യം ഇറക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക എന്നെന്ന തീരുമാനം. എങ്ങനെ? നിന്നെ കൊണ്ട് കൂട്ടെ കൊണ്ടതിനപ്പുറത്തല്ലേ. ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ടൊരു മറുപടിയും കൂടി ഇല്ല. ഇത് വിറ്റോളൂ ഗോപി, ഏട്ടനറിയണ്ട. വേണമെങ്കിൽ ചിന്തുമാളുടെ മാലയും കൂടി ഊരാം. അത്രയെങ്കിലും ആയില്ലോ. വേണ്ട ഇടത്തെ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലോ. ഏട്ടൻ വരട്ടെ, ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി, ഏട്ടൻ കാശുണ്ടാക്കാനും എവിടെയൊക്കെ തെണ്ടി. അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ? ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്. പക്ഷെ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം. ഈ വീടും പറമ്പും ഒന്ന് പണയം വെച്ച്. കൊള്ളാം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാലോ. ഗോവിന്ദമേനോന്റെ മക്കൾ വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാനറിയണ്ടാവരുന്ന്. അന്ന് നീ 5ാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം. എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ചച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യട്ടോ. വാ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടി കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അടങ്ങൾ കൊടുക്ക്. അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടു. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം. സതീഷിന് ചെറിയ ചൂട് അത്രയ്ക്ക് സ്നേഹം പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ. അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചും കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ. എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ടേ സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി. ഇനിയിപ്പോ സന്ധ്യയ്ക്കും 20000 ഉറുപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ട് മഴ പെയ്ക്കും ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്. കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്. 25000 കൊടുക്കണ്ടു. ബാക്കി കയ്യിൽ വെക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവളാച്ചോടെ തന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അണിയിപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്?
50,000 ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ ഇത്രയും പണം പോണം?